ആ പഴയ സ്കൂളിലേക്ക് പിന്നീട് പോയിട്ടുണ്ടോ? അതേ ക്ലാസ് റൂം, ഡെസ്കുകൾ, വരാന്ത. ഇല്ലാതായത് ഇടനാഴിയിലെ ആരവങ്ങളാണ്, ക്ലാസ് റൂമിലെ പൊട്ടത്തിരികളാണ്. നിങ്ങളുടെ പേര് ആരൊക്കെയോ ഉറക്കെ വിളിക്കുന്നതാണ്. അന്ന് നിങ്ങൾ വിശ്വസിച്ചത് അത് നിങ്ങളുടെ സ്കൂളാണെന്നാണ്. പക്ഷേ ഇന്നത് മറ്റാരുടെയൊക്കെയോ സ്കൂളാണ്. നിങ്ങളവിടെ സന്ദർശകനും. സ്കൂള്, കോളേജ് ഇതൊക്കെ ഒരു ടൈമർ വെച്ചുള്ളൊരു കളിയാണ്. നിങ്ങളുടെ സ്വന്തമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നിടത്ത് നിങ്ങളെ സന്ദർശകരാക്കുന്ന ഒരു ടൈമർ. ബാക്കിയാകുന്നത് ഓർമ്മകളാണ്. ഒരു മുത്തു കോർത്തിണക്കുന്നത് പോലെ അത് കോർത്തിണക്കി സൂക്ഷിക്കണം. എന്നിട്ട് അതിലേക്ക് നോക്കി ഒരിക്കൽ നിങ്ങൾ പറയും, യെസ്, ഞാനും ഇവിടെ ജീവിച്ചിരുന്നു. മറക്കരുത്, തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കുന്നതിനും അത് സൂക്ഷിച്ചു വെക്കുന്നതിനും. ഒരാളോട് ചോദിച്ചു, പോകുന്ന യാത്രയാണോ എത്താനുള്ള സ്ഥലമാണോ പ്രധാനം? അദ്ദേഹം പറഞ്ഞു, രണ്ടുമല്ല. പോകുന്ന യാത്രയുമല്ല, എത്താനുള്ള സ്ഥലവുമല്ല പ്രധാനം. കൂടെ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് പ്രധാനം. യാത്രകൾ എപ്പോഴും ഇങ്ങനെയാണ്, ജീവിതം പോലെ. നമ്മളെ സ്നേഹിക്കുന്നവർ ഒപ്പമുള്ളപ്പോൾ അതിനൊരു പൂർണ്ണതയുണ്ടാവും. യാത്രകൾ തുടരുകയാണ്. ചില യാത്രകളെ മനോഹരമാക്കുന്നത് സ്ഥലങ്ങളല്ല, കൂടെയുള്ള ചില മനുഷ്യരാണ്. പ്രണയം മൃദുപല്ലവിയായി ആരോ പറഞ്ഞോ, ആരോ പറഞ്ഞോ, ഞാൻ കണ്ടതുരാക്കരമാണെന്നാരോ പറഞ്ഞു. കുറേ പഠിച്ചു, ഒരുപാട് കാശുണ്ടാക്കി, എങ്കിൽ ജീവിതത്തിന് വലിയ അർത്ഥം ഉണ്ടാകുന്ന മാഷിക്ക് തോന്നുന്നുണ്ടോ? ഒക്കെ ഒരു വേഷമല്ലേ മാഷേ? നമ്മുടെ സന്തോഷം നമ്മൾ ഉണ്ടാക്കുന്നത്. ഒന്നിനെ ആവശ്യത്തിൽ കൂടുതൽ സ്നേഹിക്കാൻ പാടില്ല, മനുഷ്യനായാലും വീടായാലും. സത്യം പറഞ്ഞ നിങ്ങളുടെ കൂടെ കൂടിയതിന് ശേഷമാണ് എനിക്ക് ജീവിതം എന്താന്നുള്ള മനസ്സിലായല്ലോ. ഇപ്പൊ ഒരു സന്തോഷം ആനന്ദമൊക്കെ ഉണ്ട്. മറ്റേതെന്താ അറിയോ, ഓഫീസ് വീട്, വീട് ഓഫീസ്. സത്യം പറഞ്ഞ ജീവിതം മടുത്തു.